has 35 registers and uses 12 addressing modes. RAM is 32K by 48. What is the maximum size of the opcode field if the instruction has a register operand and a memory address operand? ഇവിടെ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 35 ആണ്. അഡ്രസ്സിങ് മോഡ്സ് തന്നിട്ടുള്ളത്, ഡാറ്റ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ എഴുതുന്നത്. അതിൽ അഡ്രസ്സിങ് മോഡ്സ് എന്ന് പറയുന്നത് 12 ആണ്. റാം സൈസ് എന്ന് പറയുന്നത് 32K by 48 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 2⁻15/48 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നമുക്ക് ഫോർമുല നോക്കുകയാണെങ്കിൽ മെമ്മറി കപ്പാസിറ്റി ഈസ് ഓഫ് ദ ഫോം 2⁻m/n. ഇതിൽ m എന്ന് പറയുന്നത് അഡ്രസ്സിങ് ലൈൻസ് റിക്വയർഡ് ആണ്. n എന്ന് പറയുന്നത് ഡാറ്റ ലൈൻ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻ സൈസ്. അപ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? log 2m അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് ഓർ നമ്പർ ഓഫ് അഡ്രസ്സിങ് മോഡ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ ഈ സെയിം മെത്തേഡാണ്. ഈ log 2 അത് കാണുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് കാൽക്കുലേഷനിലോട്ട് കിടക്കാം. കാൽക്കുലേഷനിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ സൈസോ അല്ലെങ്കിൽ ഡാറ്റ ലൈൻ, ഇൻസ്ട്രക്ഷൻ സൈസ് ഓർ ഡാറ്റ ലൈൻ എത്രയാണ് തന്നിട്ടുള്ളത്? ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അത് 48 ആണ്. ഓക്കെ, 48. അപ്പോൾ അഡ്രസ്സിങ് ലൈൻസ് റിക്വയേർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 15 ആണ് വരിക. 15. ഓക്കെ. നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ അഡ്രസ്സിങ് മോഡിനുള്ള ബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അഡ്രസ്സിങ് മോഡ് നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 12 ആണ്. അപ്പോൾ അഡ്രസ്സിങ് മോഡിൻ്റെ ബിറ്റ്സിലോട്ട് മാറ്റുമ്പോൾ log 2 12 വരും. അത് 4 ആണ് വരിക. രജിസ്റ്റർ ഫീൽഡിലോട്ടുള്ളത് തന്നിട്ടുള്ളത് എത്രയാണ്? 35 ആണ്. നമ്പർ ഓഫ് ബിറ്റ്സ് ഫോർ രജിസ്റ്ററിലോട്ട് വരുമ്പോൾ log 2 35 അതിൻ്റെ സീലാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് 6 വരും. അപ്പോൾ അഡ്രസ്സിങ് മോഡിൽ വരുന്നത് എത്രയാണ്? അഡ്രസ്സിങ് മോഡ് വരുന്നത് 4. ഓപ്കോഡ് ഫീൽഡ് നമുക്കറിയില്ല, അത് എക്സ് ആയിട്ട് എടുക്കാം. പിന്നെ വരുന്നത് രജിസ്റ്റർ നമുക്കറിയാം. രജിസ്റ്റർ അഡ്രസ്സിങ് എന്ന് പറയുന്നത് log 2 ഓഫ് 35 ആണ്. അതായത് 6 പ്ലസ് മെമ്മറി അഡ്രസ് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? 15. അപ്പോൾ ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ 48 ആണ് ആൻസർ. അപ്പോൾ x ഈസ് ഈക്വൽ ടു 23 ബിറ്റ്സ് ഈസ് ദ ആൻസർ.